ഹായ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് നമ്മൾ ബികോമിൻ്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മാനേജ്മെന്റ് പ്രിൻസിപ്പൾ ആൻഡ് ആപ്ലിക്കേഷനിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇതിൽ നോക്കുന്നത്. ഞാനിത് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാൻ വിചാരിച്ചതാണ്, പക്ഷേ ഇത് ഒരുപാട് ലെങ്ത് ആവുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുമ്പോൾ ഒരുപാട് ലെങ്ത് ആവുന്നു. സോ ഇത് ഒന്നോ രണ്ടോ വീഡിയോ ആയിരിക്കും, മേ ബി മൂന്നോ വീഡിയോ ആയിരിക്കും. അതുകൂടാണ്ട് ഒരു സമ്മറൈസ് ചെയ്തിട്ടൊരു വീഡിയോയും കൂടി ഞാൻ ചെയ്യാം, ഇൻ കേസ് ഇത് 3 വീഡിയോയിലേക്ക് പോവുകയാണെങ്കിൽ. സോ ബേസിക്കലി നമ്മളെ ചാനലിൽ നമ്മൾ ഇതൊരു ഇൻട്രഡക്ഷൻ ആയിട്ട് കൂട്ടിയാൽ മതി. നമ്മൾ എല്ലാ ചാപ്റ്ററും എങ്ങനെ ഈസി പഠിക്കാം, പെട്ടെന്ന് നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാവുന്ന രീതിയിൽ എങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയും പോകുമ്പോൾ ബസ്സിലൊക്കെ ഇരുന്ന് കേൾക്കാമല്ലോ, അങ്ങനെയാണ് നമ്മൾ കൺസെപ്റ്റ് നമ്മളിത് വെക്കുന്നത്. സോ സമ്മറൈസ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് റിവേഴ്സ് ചെയ്യാൻ ഉപകാരപ്പെടും. എക്സാമിൻ്റെ ഒരു 1-2 ദിവസം മുമ്പ് ഒക്കെയോ ഒരു 3 ചാപ്റ്ററൊക്കെ ഒരുമിച്ച് ഒരു റിവേഴ്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഇതിൻ്റെ കൺസെപ്റ്റ് തന്നെ. സോ നമ്മൾ അധികം ലെങ്ത് ആക്കുന്നില്ല വീഡിയോ. നമ്മൾ മാക്സിമം ശ്രമിക്കുന്നത് 10 മിനിറ്റിൽ താഴെയുള്ള വീഡിയോസ് ആയിട്ട് ചെയ്യാനാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ ബുക്ക് തന്നെ പറയുന്നത് മാനേജ്മെന്റിനെ പറ്റിയാണ്. ബസ്സമ്മിൽ ഇത് മാത്രമേ ഉള്ളൊരു കോർ ഇതായിട്ട് വരുന്നത്. ഇതിൽ നമുക്ക് മാനേജ്മെന്റിനെ പറ്റി പറയുമ്പോൾ മാനേജ്മെന്റ് ഫെമിലിയർ ടേം. നമ്മൾ മാനേജർ, മാനേജ് ചെയ്യുക, മാനേജ്മെന്റ്, ഇതൊക്കെ നമ്മൾ ഡെയിലി കേൾക്കുന്നതാണ്. സോ ബേസിക് കൺസെപ്റ്റ് അത്ര തന്നെ ഉള്ളൂ. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ മാനേജ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഗോൾസിന് വേണ്ടി, അതായത് എന്തെങ്കിലും ഒരു ഫൈനൽ ഔട്ട്കമ്മിന് വേണ്ടി, ഒരു ഔട്ട്പുട്ടിന് വേണ്ടി കുറച്ച് ആൾക്കാരെ മാനേജ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കോ കുറെ കാര്യങ്ങളെ മാനേജ് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ മാനേജ്മെന്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എൻ ആർട്ട് ആസ് വെൽ ആസ് എ സയൻസ്. നിങ്ങൾ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള നിങ്ങളുടെ കഴിവുകളും അതുപോലെ തന്നെ മാനേജ്മെന്റ് പ്രിൻസിപ്പളും യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അതുപോലെ മാനേജ്മെന്റ് ഈസ് ലൈക്ക് ഗോൾ ഓറിയന്റഡ്. ഓൾവേസ് മാനേജ്മെന്റ് ഒരു നമുക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ മാനേജ് ചെയ്യുന്നത്. സോ മാനേജ്മെന്റ് ഈസ് ലൈക്ക് ഗോൾ ഓറിയന്റഡ് ആൻഡ് മാനേജ്മെന്റ് ഓഫൻ ഇൻക്ലൂഡ്സ് വിത്ത് അതർ പീപ്പിൾസ്. സോ മാനേജ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരാൾക്ക് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അയാൾക്ക് അയാളുടെ ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യാന്നല്ലാതെ. സോ മാനേജ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്കൊരു 1 or 2 ഒരു അഡീഷണൽ ഒരാളുടെ പ്രസൻസ് കൂടി ഉണ്ടായിരിക്കണം. അതൊരു ഹ്യൂമൻ ആക്ടിവിറ്റി ആയി, അതൊരു സോഷ്യൽ ആക്ടിവിറ്റി ആയി. ഞാനിതൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഓഫ് മാനേജ്മെന്റിൽ നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. സോ ബേസിക് കൺസെപ്റ്റ് മാനേജ്മെന്റ് നമുക്ക് എല്ലാവർക്കും ഫെമിലിയേഴ്സ് ആണ്. നമ്മൾ നമ്മൾ കുറച്ചും കൂടി കാര്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെ എലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. നമ്മൾ ഈ ഫസ്റ്റ് നോക്കുന്നത് കൺസെപ്റ്റ് ആണ്. കൺസെപ്റ്റിൽ വരുന്നത് നിങ്ങൾക്ക് ആക്ച്വലി ഇവിടെ തുടങ്ങിയാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത് വരുന്നത്. ഫങ്ഷണൽ കൺസെപ്റ്റ്, ഹ്യൂമൻ റിലേഷൻഷിപ്പ്, ഡിസിഷൻ മേക്കിംഗ് കൺസെപ്റ്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി കൺസെപ്റ്റ് ആൻഡ് ഇന്റഗ്രേഷൻ കൺസെപ്റ്റ്, ഇതൊക്കെയാണ് ഇതിന്റെ കൺസെപ്റ്റ് വരുന്നത്. പക്ഷെ ആക്ച്വലി നിങ്ങൾക്ക് ഈ കൺസെപ്റ്റിൽ നിങ്ങൾ അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കേണ്ട കാര്യമില്ല. കാരണം ഒരിക്കലും ഈ കൺസെപ്റ്റ് എന്താ, ആ കൺസെപ്റ്റ് എന്താ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കില്ല. സോ ബേസിക് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ വരുന്നത് മാനേജ്മെന്റിന്റെ എസ്സേ ആയിരിക്കും. അതിൽ നമുക്ക് ഈ കൺസെപ്റ്റ് സെപ്പറേറ്റ് ചെയ്ത് എഴുതുക എന്നത് അതൊരു ആവശ്യമില്ല. കാരണം പലരും പല സമയത്ത് പല രീതിയിലായിരിക്കും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. ഹെൻറി ഫയോൾ, അക്കോർഡിംഗ് ടു ഹെൻറി ഫയോൾ, ഇറ്റ്സ് എ ഫിനാൻഷ്യൽ കൺസെപ്റ്റ് ആൻഡ് ലോറൻസ് സേ ഇറ്റ്സ് എ ഹ്യൂമൻ കൺസെപ്റ്റ്. So Ross Moore said it's a decision making concept. So every other person is saying different kind of a concept to the management. It doesn't actually affect our studies. നമുക്കതിൻ്റെ ആവശ്യമില്ല, നമുക്കിതെല്ലാം പഠിച്ചിരിക്കേണ്ട കാര്യമില്ല. അറ്റ്ലീസ്റ്റ് ഒരെണ്ണം പഠിച്ചിരിക്കാം. സോ ഫങ്ഷണൽ കൺസെപ്റ്റിൽ ഹെൻറി ഫയോൾ ഇസ് ലൈക്ക് എ നോൺ നെയിം, കൂടുതൽ ആൾക്കാർ അറിയുന്ന പേരാണ്. സോ ഹെൻറി ഫയോളിന്റെ ഈ കൺസെപ്റ്റ് മാത്രം പഠിക്കുന്നതായിരിക്കും ബെറ്റർ. ടു മാനേജ്, ടു ഫോക്കസ്, ടു പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ് ആൻഡ് കോർഡിനേറ്റ് ആൻഡ് കൺട്രോൾ. സോ നിങ്ങൾക്ക് ഇതൊന്ന് എവിടെയെങ്കിലും എഴുതി വെച്ച് പഠിക്കുന്നതായിരിക്കും ഇച്ചിരി കൂടി ബെറ്റർ. കാരണം ഇത് ഈസിയാണ്. പിന്നെ ഇത് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ ഒരു സ്ഥലത്ത് PDSCORB എന്നതിൻ്റെ ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. ഇത് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസിൽ വരുന്നതാണ്. ഈ ഫങ്ഷൻസ് തന്നെയാണ് ഇവിടെ കൺസെപ്റ്റിലും പറയുന്നത്. ഈ ഫങ്ഷൻസിൽ നമുക്ക് ആക്ച്വലി പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ, ഇങ്ങനത്തെ കുറച്ച് ഇതിന്റെ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് വരുന്നത്. ഈ ഫങ്ഷൻസ് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഫോക്കസ്, പ്ലാൻ, ഓർഗനൈസ്, കമാൻഡ് ആൻഡ് കോർഡിനേറ്റ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആരെങ്കിലും കോട്ട് ചെയ്തിട്ട് എഴുതുമ്പോൾ ഇത് തെറ്റ് ചെയ്താൽ പാടില്ല. ഇത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് പോകും. അല്ലെങ്കിൽ ഇത് എഴുതാതിരിക്കുക. അല്ലെങ്കിൽ ഇത് ഈ ഇൻവേർട്ടഡ് കോമ ഇടാതെ എഴുതുക. as per Henry Fayol's concept, it was considered as the management is considered to manage, to focus, to plan, അങ്ങനെ എഴുതുക.
ഈ ഇൻട്രോവേർട്ടഡ് കോമ ഇട്ട് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് തെറ്റ് ചെയ്താൻ പാടില്ല. സോ ഐദർ യു by had this or you mention it without inverted comma, so that it will be like much better statement. അങ്ങനെ എഴുതാം. സോ ഇതിൽ നിങ്ങൾക്ക് ഈ പാഠത്തിൽ നമ്മൾ ഈ വീഡിയോയിൽ മൊത്തം ഇങ്ങനെയായിരിക്കും നമ്മൾ കൺസെപ്റ്റ്. നിങ്ങൾക്ക് എക്സാമിന് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതി പഠിച്ചാൽ മതി. ഇതിൽ ഇത് മാത്രം പഠിച്ചാൽ മതി. ഇത്രയും ഭാഗം നിങ്ങൾ കൺസെപ്റ്റ് ക്ലിയർ ചെയ്താൽ മതി, എൻട്രി 5 മാത്രം. എന്നിട്ട് നിങ്ങൾ എസ്എ ക്വസ്റ്റ്യൻ ഒക്കെ എഴുതുമ്പോൾ ഇത് വെച്ച് തുടങ്ങാം. സോ ദാറ്റ് വായിക്കുന്ന ആൾക്കാർക്ക് ഒരു അത് തോന്നും നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയാമെന്ന്. സോ ഇത് മാത്രം പഠിച്ചാൽ മതി. ഈ 2 പേജിൽ വരുന്ന കാര്യത്തിൽ ഇത് മാത്രമേ നിങ്ങൾ പൈകാട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. ദെൻ യു വിൽ ഗോ ടു ക്യാരക്ടറിസ്റ്റിക്സ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. സോ ബേസിക്കലി എല്ലാ മാനേജ്മെന്റിന്റെ ക്വസ്റ്റ്യൻസിലും എല്ലാ എക്സാമിനും ചോദിക്കുന്ന കാര്യമാണ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് എന്താകുന്നു? ക്യാരക്ടറിസ്റ്റിക് നിങ്ങൾക്കിത് എഴുതാൻ എളുപ്പത്തിന് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ക്യാരക്ടറിസ്റ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ അയാളെ ക്യാരക്ടറിനെ വെച്ച് ജഡ്ജ് ചെയ്യുമല്ലോ. നമ്മൾ പറയുമല്ലോ അയാള് നല്ല പ്ലസന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, ആള് ഭയങ്കര എന്താ പറയാ നല്ല എനർജറ്റിക് ആണ്. അപ്പോൾ ഒരാളെ പറ്റി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അയാളെ ക്യാരക്ടറിനെ പറ്റി നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വന്ന് ഡിസ്ക്രൈബ് ചെയ്യും. അതുപോലെ തന്നെയാണ് മാനേജ്മെന്റിനെ നമ്മൾ എങ്ങനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നുള്ളതാണ്. മാനേജ്മെന്റിനെ ഒരു മനുഷ്യനായിരുന്നെങ്കിൽ നമ്മൾ അയാളെ നോക്കുമ്പോൾ അയാളെ നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും, അതാണ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് മാനേജ്മെന്റിൽ പറയുന്നത്. അതാണ് ഇതിന്റെ ബേസിക് കൺസെപ്റ്റ്. ഇതിൽ നമുക്ക് വരുന്നത് ഇതിലൊരു 6 പോയിന്റ് വരുന്നുണ്ട്. ഈ 6 പോയിന്റും നിങ്ങൾക്കൊരു എക്സാമ്പിൾ വെച്ച് പഠിക്കാൻ പറ്റും. ഉദാഹരണത്തിന് നിങ്ങൾ കാറ്ററിങ്ങിന് പോകുന്ന ഒരാൾ, വിളമ്പാൻ പോകുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു മാനേജറാണ്, അതായത് മെയിൻ കാറ്ററിങ്ങിന്റെ മെയിൻ ആള്. നിങ്ങളൊരു 10 പേരെ കൊണ്ടുപോകുന്നുണ്ട്, അവരെ നിങ്ങളാണ് മാനേജ് ചെയ്യുന്നത്. 11 ആളുടെ വർക്കാണ്, അങ്ങനെ വിചാരിക്കാം. എന്നിട്ട് നിങ്ങൾ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് പഠിക്കാം. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് വരുന്നത് ഇറ്റ്സ് എ പ്രോസസ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണ്, ഒരു ഫംഗ്ഷനാണ്. നമ്മൾ ഈ ഇവിടെ ഫസ്റ്റ് നമ്മൾ ഹെൻറി ഫയോളിന്റെ ഫംഗ്ഷനിൽ പഠിച്ചില്ലേ, ടു മാനേജ്, ടു ഫോർകാസ്റ്റ്, ടു പ്ലാൻ. ഇതേ ഫംഗ്ഷനാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ടു പ്ലാൻ, ഓർഗനൈസിങ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിങ് ആൻഡ് ആക്ടിവിറ്റീസ്. സോ ബേസിക്കലി നമ്മൾ ഇത് പറയുന്നത് എന്താ വെച്ചാൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്. ഈ ഒരു പ്രോസസ്സാണ്. പ്രോസസ്സിൽ നമ്മൾ ഫംഗ്ഷനാണ്, നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്ലാൻ ചെയ്യുന്നുണ്ട്, ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട് ആൾക്കാരെ. അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാ? എന്തെങ്കിലും ഒരു അവസാന ഒരു ഗോൾ അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ കാറ്ററിങ്ങിന് പോകുമ്പോൾ നമ്മൾ ഇതേപോലെ ആൾക്കാരെ പ്ലാൻ ചെയ്യുന്നില്ലേ? നമ്മൾ അത്ര ആൾ വേണമെന്ന് വെച്ചാൽ മുന്നേ പ്ലാൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആൾക്കാരെ കൊണ്ടുപോകും. പിന്നെ അത് കഴിഞ്ഞ് ആൾക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കും, കോർഡിനേറ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് അവസാനം പൈസ കിട്ടും. സോ അതാണ് പറയുന്നത്, ഇതൊരു പ്രോസസ്സാണ്. അപ്പൊ മാനേജ്മെന്റ് ഈസ് എ പ്രോസസ്. നമ്മൾ കാറ്ററിംഗ് ആൾക്കാരെ കൊണ്ടുപോകണം പ്ലാൻ ചെയ്യുന്ന എല്ലാം ഒരു പ്രോസസ്സാണ്. സോ മാനേജ്മെന്റ് ഈസ് എ പ്രോസസ്. സെക്കൻഡ് പോയിന്റ് അതിന്റെ കണക്ട് ചെയ്തിട്ട് എഴുതാം സോഷ്യൽ പ്രോസസ്. ഈ സോഷ്യൽ എന്നുള്ള വാക്കെന്ന് വെച്ചാൽ എവിടെ മനുഷ്യന്മാരുണ്ടോ, എവിടെ ഹ്യൂമൻസ് റിലേറ്റ് ചെയ്യുന്നുണ്ടോ, ഹ്യൂമൻസിന്റെ റെപ്രസെന്റേഷൻ ഉണ്ടോ, അവിടെ ഒക്കെ സോഷ്യലാണ്. ഇതൊരു സോഷ്യൽ പ്രോസസ്സായി മാറും. സോ മാനേജ്മെന്റ് ഈസ് കൺസേൺ വിത്ത് ഗെറ്റിംഗ് തിങ്സ് ടു ദ എഫേർട്ട് ഓഫ് അതർ പീപ്പിൾസ് ഇൻക്ലൂഡഡ് ആണ്, ഹ്യൂമൻസ് ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ സോഷ്യൽ പ്രോസസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഇറ്റ്സ് എ പ്രോസസ് എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇറ്റ്സ് എ സോഷ്യൽ പ്രോസസ് എന്ന് എഴുതാം, കാരണം അതിൽ മനുഷ്യന്മാരുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ് എക്സിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. നമ്മളൊരു എല്ലാം ചെയ്യുന്നത് എന്തിനാ? നമുക്ക് ഇപ്പൊ വർക്കിന് ആൾക്കാരെ കൊണ്ടുപോകണം, വിളമ്പണം ഒക്കെ പൈസ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അവസാനം ഒരു ഗോളില്ലേ? സോ എല്ലാത്തിനും അവസാനം കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. മാനേജ്മെന്റ് നമ്മൾ എന്ത് കാര്യവും മാനേജ് ചെയ്യുന്നത് അവസാനം നമുക്ക് എന്തെങ്കിലും കിട്ടാനോ അച്ചീവ് ചെയ്യാനോ വേണ്ടിയിട്ടായിരിക്കും. അതാണ് എക്സിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റീവിൽ വരുന്നത്. ഇന്റഗ്രേഷൻ ഓഫ് ഓർഗനൈസേഷണൽ റിസോഴ്സസ്. ഇന്റഗ്രേഷൻ ഓഫ് ഓർഗനൈസേഷണൽ റിസോഴ്സസ് എന്ന് വെച്ചാൽ നമുക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ഉദാഹരണത്തിന് നമുക്ക് ഇപ്പൊ കാറ്ററിങ്ങിന് കൊണ്ടുപോകുമ്പോൾ നമുക്ക് വണ്ടി വേണം, സാധനങ്ങൾ കയറ്റി കൊണ്ടുപോകാനുള്ള പിക്കപ്പ് വേണം, ആൾക്കാർ വേണം, അവരുടെ ബസ്സിന്റെ പൈസ കൊടുക്കണം, ചിലപ്പോൾ കാലത്തെ ഫുഡ് കൊടുക്കണം ദൂരെയാണെങ്കിൽ. സോ ഇതെല്ലാം നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്കുള്ള ആവശ്യമുള്ള നമ്മളെ കയ്യിലുള്ള റിസോഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മണി വേണം, അതായത് നമ്മുടെ കയ്യിൽ പൈസ വേണം, മെഷീൻ വേണം, വണ്ടി സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള നമ്മുടെ പിക്കപ്പും കാര്യങ്ങളൊക്കെ വേണം, മെറ്റീരിയൽ വേണം. മെറ്റീരിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിളമ്പാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വേണം, ആൾക്കാർ വേണം, വിളമ്പാറുന്ന പിള്ളേർ വേണം. So all these things considered as the resources of the management. So management needs resources and it has to be organized and integrate to achieve the objectives. So മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്കിൽ നമ്മൾ ഇന്റഗ്രേഷൻ ഓഫ് റിസോഴ്സസ് നമ്മൾ യൂസ് ചെയ്യണമെന്നാണ് എഴുതുന്നത്.
അഞ്ചാമത്തെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ്. നമുക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഡിസിഷൻ എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരു സ്ഥലത്ത് ഒന്ന് പോരായ്മ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിച്ചിട്ട് ഡിസിഷൻ എടുക്കണം. സോ ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് ഡിസിഷൻ മേക്കിംഗ്. ദെൻ ലാസ്റ്റ് തിങ് ലീഡർഷിപ്പ്. നമ്മൾ ലീഡർഷിപ്പ് ചെയ്യണം. അപ്പം നമ്മൾ ആൾക്കാരെ ലീഡ് ചെയ്തിട്ട് ടീം ഓഫ് വർക്കേഴ്സിനെ ലീഡ് ചെയ്ത് കൊണ്ടുപോകണം. സോ 6 ക്യാരക്ടറിസ്റ്റിക് ആണ് വരുന്നത്. സോ 6 എണ്ണത്തിലും നമ്മൾ ഒരു കാറ്ററിംഗ് ഇതാക്കി കൊണ്ടുപോകുന്ന ആളെ സെറ്റിൽ നിന്ന് ആലോചിച്ചാൽ മതി. നമുക്ക് ആദ്യം തന്നെ ഇത് നമുക്ക് കുറേ ഫങ്ഷൻസ് ആണ്. സെക്കൻഡ് തിങ് ഇതിൽ ആൾക്കാർ ഇൻക്ലൂഡ് ആവുന്നതുകൊണ്ട് സോഷ്യൽ ഫങ്ഷൻ ആണ്. ഇത് നമ്മൾ മൂന്നാമത്തെ കാര്യം നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് നമുക്ക് പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നാലാമത്തത് നമ്മൾ പറയുന്നത് ഇതെല്ലാം ചെയ്യുന്നതിന് റിസോഴ്സസ് വേണം. ഈ റിസോഴ്സ് എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്റഗ്രേഷൻ ആൻഡ് ഒപ്റ്റിമൈസ് യൂസേജ് ഓഫ് റിസോഴ്സസ് ഉണ്ടായിരിക്കണം. അഞ്ചാമത്തെ കാര്യം പറയുന്നത് നമ്മൾ ഡിസിഷൻസ് എടുക്കണം. ആവശ്യത്തിനുള്ള ഡിസിഷൻ എടുത്തിട്ട് മാത്രമേ ഇത് ഇതാക്കാൻ പറ്റത്തുള്ളൂ. ആറാമത്തെ കാര്യം ലീഡർഷിപ്പ് വേണം. ആൾക്കാരെ മാനേജ് ചെയ്യാനും ഒരു ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സിനെ മാനേജ് ചെയ്യാനും പറ്റണം. ഇതാണ് ലീഡർഷിപ്പിൽ വരുന്നത്. ഇതൊരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. ഇത് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ആൻഡ് എസ്എ ക്വസ്റ്റ്യനിൽ ഇത് എഴുതുന്നത് യു വിൽ ഗെറ്റ് ലൈക്ക് 1 or 2 എക്സ്ട്രാ അഡീഷണൽ ഷീറ്റ്സ്. ലൈക്ക് ഒരു പേജിന്റെ അപ്പുറവും ഇപ്പുറവും നമുക്ക് ഫില്ല് ചെയ്ത് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇത്തിരി കൂടി എലാബറേറ്റ് ചെയ്ത് എഴുതാം. ഇത്തിരി സ്പേസ് വിട്ടൊക്കെ എഴുതാന്ന് വെച്ചാൽ 2 പേജൊക്കെ നിങ്ങൾക്ക് ഇത് കവർ ചെയ്യാൻ പറ്റും. ഒറ്റ ഈ 6 പോയിന്റ് വെച്ച് തന്നെ. നേച്ചർ ഓഫ് മാനേജ്മെന്റ് നമുക്ക് ആക്ച്വലി ഇത്തിരി വലിയ കൺസെപ്റ്റ് ആണ്. സോ നേച്ചർ ഓഫ് മാനേജ്മെന്റ് ആൻഡ് സിഗ്നിഫിക്കൻസ് സ്കോപ്പ് നമുക്ക് അടുത്ത വീഡിയോയിൽ കവർ ചെയ്യാം. ദെൻ അതിൽ ഇത്രയേ ഉള്ളൂ. കാരണം എനിക്ക് ഈ വീഡിയോ 10 മിനിറ്റ് കൂടുതൽ കൊണ്ടുപോകാൻ എനിക്ക് ആഗ്രഹമില്ല. സോ അടുത്ത ഇതിൽ നമുക്കിത് കവർ ചെയ്തെടുക്കാം.